കേരളത്തിൽ ഇലക്ഷനായതോടുകൂടി മറുകണ്ഠം ചാട്ടം തുടരുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുമുള്ള ആളുകളാണ് BJPയിലേക്ക് ചാടുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചാടിപ്പോകുന്നത്? ഇത്രയും നാൾ സേവിച്ച പാർട്ടിയെ വിട്ട് എന്ത് നേട്ടത്തിലാണ് ഇവർ BJPയിലേക്ക് ചാടുന്നത്? ഏതവരെയും സ്വീകരിക്കുന്ന കക്കൂസ് ടാങ്കായി മാറുകയാണോ BJP? എന്തിനു വേണ്ടിയാണ് BJPയിലേക്ക് തന്നെ ഇവർ ചാടുന്നത്? ഇവർക്ക് ചാടുവാൻ മറ്റു പാർട്ടികളില്ലേ? എന്തുകൊണ്ടാണ് BJPക്കാർ ഇവരെ ചാക്കിട്ട് പിടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇവർ BJPയിലേക്ക് തന്നെ പോകുന്നത്? കാരണം BJPയിൽ സ്ഥാനാർത്ഥിയായാൽ ലക്ഷങ്ങളാണ് കയ്യിലേക്ക് വരുന്നത്. പാർട്ടി ഫണ്ടായി ദേശീയ നേതാക്കൾ കോടികൾ പമ്പ് ചെയ്യും സ്ഥാനാർത്ഥികൾക്ക്. അത് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് BJPയിലേക്കുള്ള ചാട്ടം തുടരുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക് കിട്ടുവാൻ പോകുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് തന്നെ ചാടുന്നത്. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, എല്ലാ മാലിന്യങ്ങളും ഒഴുകുവാനുള്ള സേഫ്റ്റി ടാങ്കാണോ BJP എന്നതാണ്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഇതുപോലെ മറുകണ്ഠം ചാടി വരുന്നവരെ ഒരു കാരണവശാലും നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഒരിക്കലും ഇവർക്ക് വോട്ടുകൾ നൽകരുത്. ഇവർക്ക് വേണ്ടത് അവരുടെ പണം മാത്രമാണ്. ഈ പണത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഈ മറുകണ്ഠം ചാട്ടം. അതുകൊണ്ട് ഇവരെ തിരസ്കരിക്കുക. നന്ദി, താങ്ക് യു, നമസ്കാരം.